എണ്ണയ്ക്ക് തീവില, സ്വർണം താഴേക്ക്. സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. നിയമവിരുദ്ധവും യുക്തിരഹിതവുമായ ആവശ്യങ്ങൾ US ഉപേക്ഷിക്കണമെന്ന് ഇറാൻ. വെടിനിർത്തലിനായി പുതിയ പ്രപ്പോസൽ US അവതരിപ്പിച്ച സാഹചര്യത്തിലാണ് ടെഹ്റാന്റെ പ്രതികരണം. സ്വന്തം രാജ്യങ്ങളുടെ മേൽ തങ്ങളുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് അമേരിക്ക ഉള്ളതെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റേസ തലേനിക് പറഞ്ഞു. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് സഹകരണ കൗൺസിലിന്റെ അടിയന്തര യോഗം ഇന്ന് ജിദ്ദയിൽ ചേരുകയാണ്. ഹോർമുസിൽ സംഘർഷം തുടരവെ അന്താരാഷ്ട്ര എണ്ണവില കുതിക്കുന്നു. ബ്രന്റ് ക്രൂഡ് വില 3% വർദ്ധിച്ച് $111 കടന്നു. സ്വർണ്ണവില 3 ആഴ്ചത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് 2 തവണയായി 165 രൂപ കുറഞ്ഞ് 13,925 രൂപയിലെത്തി. പവന് 1,320 രൂപ ഇടിഞ്ഞ് 1,11,400 രൂപയാണ് ഇന്നത്തെ വില. സ്വർണ്ണത്തിന്റെ അന്താരാഷ്ട്ര വില 1.5% ഇടിഞ്ഞ് $4,605 ഓഹരി വിപണിയിൽ പ്രതിമാസ കോൺട്രാക്റ്റുകളുടെ എക്സ്പയറി ദിനമായിരുന്ന ഇന്ന് കനത്ത ചാഞ്ചാട്ടം ദൃശ്യമായി. 77,493 വരെ കുതിച്ച ശേഷം സെൻസെക്സ് 600 പോയിന്റ് നഷ്ടപ്പെടുത്തി 76,886 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 24,181 വരെ മുന്നേറിയ ശേഷം 200 പോയിന്റോളം നഷ്ടപ്പെടുത്തി 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. എറ്റേണൽ, ആക്സിസ് ബാങ്ക്, ഇൻഡിഗോ തുടങ്ങിയ ഓഹരികൾ 4% ഇടിഞ്ഞു. ONGC, കോൾ ഇന്ത്യ തുടങ്ങിയ ഓഹരികൾ 4% മുന്നേറി. നിക്ഷേപകർ ലാഭമെടുപ്പ് നടത്തിയതും എണ്ണവില $110 ഉയർന്നതും ബാങ്കിംഗ് ഓഹരികളിലെ തളർച്ചയും വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കലുമാണ് വിപണിക്ക് തിരിച്ചടിയായത്. സൊമാറ്റോയുടെ മാതൃകമ്പനിയായ എറ്റേണലിന് 4ാം പാദത്തിൽ മികച്ച റിസൾട്ട്. എറ്റേണലിന് അറ്റ ലാഭം 346% വർദ്ധിച്ച് 174 കോടി രൂപയിലെത്തി. വരുമാനം 197% വർദ്ധിച്ച് 17,292 കോടി രൂപയായി. അതേസമയം മാരുതി സുസുക്കിയുടെ 4ാം പാദ ഫലങ്ങൾ അത്ര സുഖകരമല്ല. അറ്റ ലാഭം 6% ഇടിഞ്ഞ് 3,659 കോടി രൂപയായി. കമ്പനിയുടെ വരുമാനം 28% ഉയർന്ന് 57,462 കോടി രൂപയിലെത്തി. 140 രൂപയുടെ ലാഭവിഹിതവും മാരുതി സുസുക്കി നിക്ഷേപകർക്ക് പ്രഖ്യാപിച്ചു. വ്യോമ പ്രതിരോധം കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഇന്ത്യ. റഷ്യയിൽ നിന്നുള്ള S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 4ാമത്തെ യൂണിറ്റ് മെയ് പകുതിയോടെ ഇന്ത്യയിലെത്തും. പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് രാജസ്ഥാനിലാവും ഇവ സ്ഥാപിക്കുക. 5ാമത്തെ S-400 സംവിധാനം നവംബറോടെ റഷ്യ ഇന്ത്യക്ക് കൈമാറും. ചൈനയെ പ്രതിരോധിക്കാൻ വടക്ക് കിഴക്കൻ മേഖലയിൽ ഇവ സ്ഥാപിക്കും. 12 പാൻസിർ വ്യോമ പ്രതിരോധ സംവിധാനവും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. മഗ്ദലീന നദീതടത്തിൽ വസിക്കുന്ന 80 ഹിപ്പോപ്പൊട്ടാമസുകളെ കൊന്നൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് അനന്ത് മുകേഷ് അംബാനി കൊളംബിയ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ലഹരി മാഫിയ തലവൻ പാബ്ലോ എസ്കോബാർ 1980കളിൽ ഇറക്കുമതി ചെയ്ത 4 ഹിപ്പോകൾ വംശവർധന നടത്തി 200ലേക്ക് എത്തിയതോടെയാണ് കൊന്നൊടുക്കാൻ കൊളംബിയ സർക്കാർ തീരുമാനിച്ചത്. പാരിസ്ഥിതിക കാരണങ്ങളും ജനങ്ങളുടെ സുരക്ഷയും ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. ഹിപ്പോകളെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ഗുജറാത്തിലെ ജാംനഗറിലുള്ള വൻതാര വന്യമൃഗ കേന്ദ്രത്തിൽ ഇവയെ സുരക്ഷിതമായി പാർപ്പിക്കാമെന്നും കൊളംബിയൻ സർക്കാരിന് അയച്ച കത്തിൽ അനന്ത് അംബാനി പറയുന്നു.